ഞാൻ നത്തിങ്. ഇത് നമ്മളെ പുതിയ TWS. എടാ കൊച്ചേർക്ക, എന്ത് സോണി ബ്രോ? ഏത് കമ്പനിയുടെ TWS എന്നാ പറഞ്ഞേ? നമ്മുടെ പുതിയ TWS കണ്ണു തുറന്നു നോക്കടാ. ആണ് ട്രാൻസ്പാരന്റ് പുതിയ TWS. ചെറുക്ക, കൂളിംഗ് ഗ്ലാസ് മാറ്റി വെച്ചിട്ട് നോക്കടാ. ഓ സോണിയാ? അണ്ണനെ നമ്മളെ നോക്കി കോപ്പി അടിച്ചു തുടങ്ങിയ? അങ്ങനെയല്ല, അണ്ണനും നമ്മളെ ഇൻസ്പയർ ചെയ്ത് തുടങ്ങിയോ? പറയാതിരിക്കാൻ വേല സൂപ്പർ ലുക്കാണ് കേട്ടോ. ഇപ്പൊ ഈ ട്രാൻസ്പാരന്റ് പരിപാടികൾ യൂത്തന്മാർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായിപ്പോ. ഓ താങ്ക് യു. എന്നാ പിന്നെ അണ്ണൻ ചെയ്തോ? ഇല്ല, ഞാൻ ചെയ്യുന്നില്ല. മറ്റെന്തൊരു മാസാമ അങ്ങനെ എടുത്തോണ്ടല്ലേ. ഷസാം. ആ ശ്വാസാമ എന്നല്ലേ. അപ്പൊ എന്തിനായാലും സാധനം അവന് കൊടുത്തിട്ടുണ്ട്. അവൻ എന്തായാലും ഈ സാധനം ഇഷ്ടപ്പെടും. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടില്ലടേ. ബിക്കോസ് 399 ദിർഹമാണ് ഇതിന്റെ പ്രൈസ്. നാട്ടിൽ ഈ സാധനം വരുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. വന്നാൽ തന്നെ എടുക്കില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിനെക്കാട്ടിലും ഫാർ ബെറ്റർ ആണെന്നാണ് CMF-ന്റെ ബഡ്സ് 2+. ഇതിൻ്റെ അകത്ത് LDAC സപ്പോർട്ട് വരുന്നുണ്ട്, ANC-യും വരുന്നുണ്ട്. ആൻഡ് കാണാൻ മറ്റേ ഇതിൻ്റെ അത്ര ജിമിട്ട ലുക്കില്ല, പക്ഷെ ഇതിൻ്റെ ലുക്ക് ഇടലാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. നത്തിങ്ങിനെ ഇൻസ്പയർ ചെയ്തതാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അവന്മാര് ട്രാൻസ്പാരന്റ് പരിപാടി നല്ല പൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം. ഇല്ല, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ ട്രാൻസ്പാരന്റ് കാണാൻ പറ്റും. സോ മേടിക്കുകയാണെങ്കിൽ ഇത് മേടിക്കുക, നല്ല രസമുണ്ട്. പിന്നെ ഇത് എന്നെപ്പോലെ മുടിയൊക്കെ ഉള്ളവനൊക്കെ ആണെങ്കിൽ എന്ത് വെച്ചിട്ടും കാര്യമില്ല, ഈ സാധനം കാണൂല. പിന്നെ ഞാൻ പറയാം, നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഒരു ലുക്ക് വൈസ് ഇത് സൂപ്പറാണ്. ഇതിൻ്റെ ഒരു ബ്ലാക്ക് ഉണ്ട്, പിങ്ക് ഉണ്ട്. ഇതാ സത്യം പറഞ്ഞാൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് കളർ. ഇതിൻ്റെ മെയിൻ പ്രത്യേകത അവർ പറയണമെന്ന് പറഞ്ഞാൽ സോണിയുടെ ANC ഉണ്ടെന്നാണ്. അത്യാവശ്യം ANC അടിപൊളി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ANC അത്ര തീവ്രമായിട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മേടിക്കാം. ഇതിൻ്റെ അകത്ത് LDAC സപ്പോർട്ടില്ല. അത് സോണിയുടെ തന്നെ ഹൈ റെസൊല്യൂഷൻ കോഡക്കാണ്. അതുപോലെ അവന്മാർ ഈ ഒരു 399 ദിർഹത്തിൻ്റെ ഈ സാധനത്തിൽ കൊടുത്തില്ല എന്ന് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ബിക്കോസ് 200 ദിർഹത്തിൻ്റെ ഇതിൻ്റെ അകത്തുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ 3299 രൂപ. അപ്പോഴാണ് 10,000 രൂപ ഈ സാധനത്തിൽ ഇല്ലാത്തത്. അതെന്തൊരു കോമഡിയാണെന്ന് എനിക്കറിയാം. പിന്നെ അവന്മാരെ ആപ്പിലൊക്കെ എന്തിനൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് മറ്റിവിടെ കപ്പാസിറ്റീവ് ടച്ച് ഒക്കെ പറഞ്ഞുണ്ട് ഈ ബഡ്സിന്റെ ഫ്രണ്ട് ഇതിൽ. ആൻഡ് ടച്ചിന്റെ പരിപാടികളും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു സാധനത്തിനെ പറ്റി പറയണമെങ്കിൽ ഞാൻ പറയും, എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വന്നിട്ട് ഇതിന്റെ ഒറ്റ ഫീച്ചർ കൊള്ളാം അങ്ങനെയൊക്കെ പറയാം. ഇത് ഞാൻ പറയും, ഇതിന്റെ സൗണ്ട് സിഗ്നേച്ചർ ആണെങ്കിലും ഒരു ടിപ്പിക്കൽ സോണി സാധനമാണ്. അതായത് അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഓക്കെ. ഞാൻ പറയും, അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് സോണിയുടെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറിനെ പോലെ ആയിരിക്കണം. അവളാണ് മറ്റേ XM5 യൂസ് ചെയ്യണം, എൻ്റെ സോണിയുടെ XM5. അത് എൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സൗണ്ടിങ് ഹെഡ്സെറ്റാണ്. അപ്പോൾ അവൾ ഒരു വർഷമായിട്ട് യൂസ് ചെയ്യണം. അപ്പം ഞാനിങ്ങനെ അവളുടെ അടുത്ത് ഇങ്ങനെ ഞാൻ ചോദിച്ചാൽ, അവിടെ എങ്ങനെയാണ് എൻ്റെ റിവ്യൂ എന്ന് പറയുമോ, സൂപ്പറാണോ, എങ്ങനെയുണ്ട് സൗണ്ടൊക്കെ പറഞ്ഞ പുള്ളിക്കാരി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, സൗണ്ട് കേൾക്കണുണ്ടെന്ന്. അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഐറ്റമാണിത്. നിങ്ങൾക്ക് സൗണ്ട് കേട്ടാൽ മതി, ഇങ്ങനെ പാട്ട് കേൾക്കണം, വിളിക്കുന്നവരെ കേൾക്കണം എന്നെങ്കിൽ ആ വിലയ്ക്ക് ഇത് കൊടുക്കാം. പക്ഷേ ഞാൻ പറയുന്നില്ല. ബിക്കോസ് OnePlus Buds 3 Pro ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ്. അല്ലെങ്കിൽ ആങ്കറിൻ്റെ എൻ്റെ Liberty 4 Pro നമ്മുടെ ചാനലിൽ തന്നെ വന്നിട്ടുണ്ട്. അതൊക്കെ പർച്ചേസ് ചെയ്യുക ഇതിന് പകരം. ഇറ്റ് ഹാസ് ബെറ്റർ സൗണ്ട്, ഇറ്റ് ഹാസ് ബെറ്റർ EQ, ഇറ്റ് ഹാസ് ബെറ്റർ, ഇതിലും EQയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇൻ മൈ ഒപ്പീനിയൻ അപ്പാർട്ട് ഫ്രം ദിസ് പൊളി ലുക്ക് വേറെ ഒന്നും എനിക്ക് എടുത്തു പറയാനായിട്ടില്ല. ഞാൻ പറയും, സോണിയുടെ ആ ഒരു സൗണ്ട് ഒരു എന്തോ പോലത്തെ ഒരു സൗണ്ടാണ്. എനിക്കത് ഞാൻ പറയുന്നത് മറ്റേതാണ് കേട്ടോ, ഫ്ലാറ്റ് EQയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ പാട്ടിനനുസരിച്ചിട്ട് റോക്ക് പാട്ടിന് റോക്ക് EQ അങ്ങനെ ഇട്ട് മാറ്റി കളിക്കണം. ഈ ബാക്കിയുള്ള മറ്റേ V ഷേപ്പ് ഈക്വലൈസറിൻ്റെ ഒക്കെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഈക്വലൈസറിൽ കിടന്ന് കളിക്കേണ്ട ആവശ്യമില്ല. ഈവൻ അവർ ട്യൂൺ ചെയ്തിരിക്കുന്ന ആ ഒരു കസ്റ്റം സൗണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ബെറ്റർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ സാധനം ബേസൊക്കെ അത്യാവശ്യം നല്ല ബേസും വോക്കൽസും മിഡും ആ ഒരു ബാലൻസിങ് പരിപാടിയുണ്ട്. ഇവിടെ വരുമ്പോൾ എന്തൊക്കെയോ ഓഫായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈക്വലൈസറിൽ കളിക്കുക. പിന്നെ അവന്മാർ തന്നെ എന്തിനൊക്കെയോ ഹൈ റെസൊല്യൂഷൻ ആക്കാനുള്ള എന്തിനൊക്കെ ഒരു കൊണയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ .AAC SBC ആണ് ഉള്ളത്, കൊയറ കോഡൊക്കെ ഒന്നും ഇല്ല. സോ ഇറ്റ് ലുക്സ് വെരി നൈസ്. ലുക്ക് വൈസ് ഒന്നും കൂടെ കാണിച്ചു തരാം. ലുക്ക് വൈസ് ആണെങ്കിൽ പൊളിയാണ്. ബൈ ദ വേ വയർലെസ് ചാർജിങ്ങും ഇല്ല ഈ പ്രൈസിൽ. ബട്ട് നമുക്ക് ബാറ്ററി ലൈഫ് ഒരു ഫുൾ ചാർജിൽ ഈ ഒരു ബഡ്സിൽ നമുക്ക് 7 മണിക്കൂറൊക്കെയാണ് അവർ പറഞ്ഞേക്കണം, കിട്ടുമായിരിക്കും. പിന്നെ ANC ഇടുന്ന സമയത്ത് അത് കുറച്ചും കൂടെ കുറയും, ഒരു 6 മണിക്കൂറോട്ടൊക്കെ മാറും. ബട്ട് അഗെയിൻ മാൻ, ഐ ഡോണ്ട് നോ. ഇതിന്റെ പേര് ഇട്ടിട്ടുണ്ട് WFN710, വേറെ എന്തോ ഒരു ആൽഫബറ്റും കൂടെ ഉണ്ട്. സൂപ്പറാണ് കേട്ടോ. സോണി പേരൊക്കെ ഇടാനുണ്ടല്ലോ. അമ്മാര് തന്നെ TVയുടെ പേരുണ്ട്, ബ്രാവിയ. എന്ത് രസമാണ് കേൾക്കാൻ. സോണി ആൽഫ. ഹെഡ്സെറ്റിൻ്റെ വരുമ്പോൾ WXM5074000XM. എൻ്റെ അമ്മ, ഇതിനൊക്കെ കുറച്ച് പേരെങ്കിലും നേരെ വണ്ണം ഇടടേ. വല്ല തങ്കമണിന്ന് തങ്കപ്പനെന്ന് അങ്ങനെ
ഇല്ല XWFN710 ഇന്ദിര സൂപ്പറാണ് കേട്ടോ. നിങ്ങൾക്ക് സോണിയുടെ ഭ്രാന്തന്മാരാണെങ്കിൽ മേടിക്കണം. എനിക്കിഷ്ടപ്പെട്ടില്ല എന്നാണ് ഞാൻ അവിടെ പറയുന്നത്. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്, മനസ്സിലായില്ലേ? എൻ്റെ മാത്രം.